മെഡിക്കൽ കോളേജ് 11-14 വാർഡുകളിൽ രോഗികൾ ഉപയോഗിച്ചിരുന്നത് തകർന്ന ബാത്റൂമുകൾ ആയിരുന്നില്ല എന്ന് ആവർത്തിക്കുകയാണ് പ്രിൻസിപ്പൽ വർഗീസ് പി പുന്നൂസ്. എന്നാൽ 10ാം വാർഡിൽ ഉള്ളവർ തകർന്ന ബാത്റൂമിൽ ഉപയോഗിച്ചിരുന്നു. പഴയ കെട്ടിടത്തിന്റെ നിർമ്മാണ രീതി JCBകൾ എത്താൻ വൈകിപ്പിച്ചു എന്നും പ്രിൻസിപ്പൽ ജനം ടിവിയോട് പറഞ്ഞു. മിഥുനയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കഴിഞ്ഞ ദിവസം തകർന്ന കെട്ടിടഭാഗമുള്ള അവിടുത്തെ വാർഡുകളെല്ലാം തന്നെ ഒഴിപ്പിച്ച് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി വീണ്ടും മറ്റൊരു സ്ഥലത്ത് പ്രവർത്തന സജ്ജമായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ വർഗീസ് പി പുന്നൂസ് ഡോക്ടർ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ വാർഡുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്? പ്രത്യേകിച്ച് സർജറി അടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ വീഴ്ചകളോ അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ? 320ഓളം രോഗികളെ ഇന്നലെ ഈ അപകടമുണ്ടായ ബ്ലോക്കിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ച് അവരെ നമ്മുടെ തൊട്ട് പിന്നിൽ കാണുന്ന ഈ ന്യൂ സർജിക്കൽ ബ്ലോക്കിലെ 8 വാർഡുകളിലേക്ക് നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അവിടെ അവർക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ, അവരുടെ ബെഡ്, അവരുടെ ചികിത്സാ സൗകര്യങ്ങൾ, ഇലക്ട്രിസിറ്റി, വാട്ടർ തുടങ്ങിയ സുരക്ഷ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഇപ്പോൾ ഇന്നലെ അപകടസ്ഥിതിയിലുള്ള ബ്ലോക്കിലെ 10 ഓപ്പറേഷൻ തിയേറ്ററുകളും നമ്മൾ അടച്ചിരിക്കുകയാണ്. അവിടെ നടക്കുന്ന എലക്റ്റീവ് സർജറികൾ ഇന്നലെയും ഇന്നും അതിനൊരു തടസ്സം നേരിടുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. പക്ഷേ അതിനുള്ളൊരു പകരം സംവിധാനം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാഷ്വാലിറ്റിയിലും എമർജൻസിയിലും ട്രോമാ കെയറിലുമുള്ള തിയേറ്ററുകൾ അത് ഡിസിൻഫെക്റ്റ് ചെയ്ത് അത് ഫ്യൂമിഗേറ്റ് ചെയ്ത് നാളെയോടുകൂടിയോ അതിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെയോ അത് പ്രവർത്തനക്ഷമമാകുകയും അത് 3 ഷിഫ്റ്റുകളിലായിട്ട് 24 മണിക്കൂറും തന്നെ ആ തിയേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനുള്ള സാധ്യതയെപ്പറ്റിയാണ് ഇപ്പോൾ കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയും തിയേറ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ഒക്കെ കൂടി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ ഒരു മീറ്റിംഗ് ഞങ്ങൾ തുടങ്ങുകയാണ്. അങ്ങനെ സർജറികൾ അപ്പോൾ നടക്കും. ഇന്നത്തെ സർജറികൾ മുടങ്ങും, എലക്റ്റീവ് സർജറികൾ മുടങ്ങും. എമർജൻസി അത്യാഹിതത്തിലും എമർജൻസിയായിട്ട് അത്യാവശ്യമുള്ള സർജറികൾ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം നിലവിലുണ്ട്. അത് കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. എലക്റ്റീവ് സർജറികൾ ഇന്നൊരു ദിവസത്തേക്കും കൂടെ മുടക്കം ഉണ്ടാകും. ഒപ്പം തന്നെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം പ്രധാനമായും നടക്കുന്നത് എന്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം വൈകി എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുന്നത്. എന്താണ് ഇപ്പോൾ ഒരു ആഭ്യന്തരമായി നടത്തിയ ഒരു അന്വേഷണത്തിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വിലയിരുത്തലിലോ ഈ ഇത്തരത്തിൽ JCB അടക്കം എത്താനുണ്ടായ കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സുരക്ഷാ പ്രവർത്തനം വൈകി എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. കാരണം ഈ അപകടം നടന്ന് ഒരു 10:50 അപകടം നടക്കുന്നു. 11:03 ഇവിടെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ആൾക്കാരെ അവിടെ ഇരുന്ന് അവർ ആ വർക്കിൽ ഏർപ്പെട്ടിരുന്നപ്പോഴേക്കും അത് ഒരു തീർച്ചയായിട്ടും യന്ത്രസഹായത്തോടു കൂടിയേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് ബോധ്യമായ ഉടൻ തന്നെ JCB, വലിയ JCB അവിടെ കയറി വരത്തില്ല. പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസാണ്. ഹിറ്റാച്ചി എന്ന് പറയുന്ന ചെറിയ രീതിയിലുള്ള JCBകൾ 3 എണ്ണം ഉടൻ തന്നെ ഏർപ്പാടാക്കി. പക്ഷേ പഴയ രീതിയിലുള്ള ഇത് 1960കളിലെ നിർമ്മിതിയാണ്. 60കളിലെ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഇന്ന് നമ്മൾ കാണുന്നത് പോലുള്ള മാനദണ്ഡങ്ങളൊന്നും അല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ സൈറ്റിലേക്ക് ഈ കെട്ടിടത്തിൻ്റെ 2 ബ്ലോക്കുകൾക്കിടയിലേക്കാണ് ഇത് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരാനായിട്ടുള്ള സാങ്കേതിക തടസ്സങ്ങൾ, പ്രായോഗിക പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ബയോമെഡിക്കൽ വിഭാഗവും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും എല്ലാം കൂടി അതെല്ലാം കട്ട് ചെയ്ത് വഴി ഒരുക്കി ആ JCB അവിടെ എത്താനായിട്ടുണ്ടായ കാലതാമസം അല്ലാതെ രക്ഷാപ്രവർത്തനത്തിൽ ഒരു കാലതാമസം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. കളക്ടറുടെ അന്വേഷണത്തിൽ സുരക്ഷാപരമായ വീഴ്ചകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയാണ് കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറമായിട്ട് ഞങ്ങൾ അന്വേഷണത്തിൻ്റെ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ എനിക്ക് ലഭ്യമല്ല. ഇപ്പോൾ വാർഡുകൾ, ആ പ്രശ്നമുണ്ടായ കെട്ടിടത്തിലെ വാർഡുകളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. അവർ എല്ലാ സംവിധാനത്തോടു കൂടി ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഇതൊരു നേരത്തെ ആവാമായിരുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു? അതിൽ അല്പം വിശദീകരണം ആവശ്യമുള്ളതാണ്. നമുക്കൊരു സംശയം തോന്നാം. ഇന്നലെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞു, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത്രയും പേഷ്യൻസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തുകൂടായിരുന്നു? അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അതിൻ്റെ വസ്തുത ഇതാണ്. ഈ കെട്ടിടം നമ്മളിപ്പോൾ നമ്മുടെ പിന്നിൽ കാണുന്ന ഈ കെട്ടിടം പുറമേ നിന്ന് കാണുമ്പോൾ അത് 100% പൂർത്തിയാക്കിയായിട്ട് തോന്നിയെങ്കിലും 14 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഫൈനൽ ജോലികൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മെയ് മാസം 30-ാം തീയതി ഇവിടെ നടന്ന മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും പ്രിൻസിപ്പലും സൂപ്രണ്ടും എല്ലാം ഉൾപ്പെട്ട PWDയുടെയും ഇതിൻ്റെ കോൺട്രാക്ടേഴ്സിൻ്റെയും എല്ലാവരുടെയും ഒരു മീറ്റിങ്ങിൽ കൂടി ജൂലൈ 31 ഈ ഒരു
മാറ്റം, ഓപ്പറേഷൻ തിയേറ്ററുകൾ പൂർണ്ണ രീതിയിൽ സജ്ജമാക്കണം എന്നുള്ള ഒരു ടൈം ലൈൻ നിശ്ചയിച്ച് ഒരു കൗണ്ട് ഡൗൺ നടത്തിയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് വന്ന താമസമാണ്, അല്ലാതെ മറ്റൊരു കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്ന പോലുള്ളൊരു മറ്റൊരു കാര്യങ്ങളിൽ വസ്തുതയില്ല എന്നുള്ളതാണ് എനിക്കവിടെ ഒരു വിശദമാക്കാനായിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന രോഗികൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, ആ ബാത്റൂമുകളൊന്നും അടച്ചിരുന്നില്ല, ഞങ്ങൾ ഉപയോഗിക്കുന്നതായിരുന്നു. എന്തിനാണ് ഈ രോഗികളെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കൂട്ടിരിപ്പുകാരും രോഗികളെല്ലാം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊപ്പം വ്യക്തമാക്കിയത്. എന്താണ് അവിടെ അതിലിപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ടോ ബാത്റൂമുകൾ പ്രവർത്തിച്ചിരുന്നു എന്നത് സംബന്ധിച്ച്? അതും വിശദമാക്കാം. കാരണം രോഗികൾ അവിടെ ആശുപത്രിയിൽ ആ വാർഡിൽ അഡ്മിറ്റായിട്ടുള്ള ഏതാനും ദിവസങ്ങളോ അല്ലെ 2-3 ആഴ്ചകളായിട്ടുള്ള കാര്യമാണ്. അവർ ബാത്റൂം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്? പുതുതായിട്ട് നിർമ്മിച്ച ബാത്റൂമുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ 11ലെയും 14ലെയും ബാത്റൂം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് പുതുതായി നിർമ്മിച്ച സുരക്ഷാ ഭീഷണി ഇല്ലാത്ത ബാത്റൂമുകളാണ്. സുരക്ഷാ ഭീഷണി ഉള്ള ബാത്റൂമുകൾ അടച്ചിരുന്നു. 11ലെയും 14ലെയും സുരക്ഷാ ഭീഷണിയുള്ള ബാത്റൂമുകൾ അടച്ചിരുന്നു. അതേസമയം അതിൻ്റെ മുകളിൽ നിലയുള്ള 10ാം നില താരതമ്യേന പുതുതായിട്ട് പണിത, 10ാം നിലയല്ല 10ാം വാർഡ്, താരതമ്യേന പുതുതായിട്ട് പണിത വാർഡാണ്. അവിടുത്തെ ബാത്റൂമുകൾക്ക് സുരക്ഷാപരമായ എന്തെങ്കിലും വെല്ലുവിളി ഉള്ളതായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ബാത്റൂമുകൾ ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തിരുന്നു. അതുകൊണ്ട് ആ 10ാം വാർഡിൻ്റെ ബാത്റൂമിൽ ഉപയോഗിച്ച സ്ത്രീക്കാണ് ഇപ്പോൾ ഈ ദാരുണമായിട്ടുള്ള ഈ അപകടം, സങ്കടകരമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായതെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. 11ലെയും 14ലെയും വാർഡുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പഴയ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ അത് അടച്ചിരുന്നു, സുരക്ഷാപരമായ കാര്യങ്ങൾ. അതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ അവിടെ ഒരു രോഗികളെ പെട്ടെന്ന് വന്നപ്പം 11ലെയും 14ലെയും ടോയ്ലറ്റ് കോംപ്ലക്സുകൾ അടച്ചിരുന്നു എന്ന് പറഞ്ഞപ്പം അവരുപയോഗിക്കുന്നുണ്ട്. അവരുപയോഗിക്കുന്നതിനെപ്പറ്റി അവർ പറഞ്ഞു, അടച്ചതിനെപ്പറ്റി അവർക്ക് അവയറല്ല. ഡോക്ടർ, അതിലൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് ഈ 14ാം വാർഡിൻ്റെയും 10ാം വാർഡിൻ്റെയും എല്ലാം അടച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതേ വാർഡുകളുടെ ബാത്റൂമുകളുടെ ഇപ്പോൾ ഈ അടച്ചു എന്ന് പറയുന്ന ബാത്റൂമുകളുടെ മുകളിലല്ലേ ഈ 10ാം നിലയിലുള്ള ബാത്റൂം. സ്വാഭാവികമായിട്ടും താഴ്നിലയിലുള്ള ബാത്റൂമുകൾ പ്രവർത്തനക്ഷമമല്ലെങ്കിൽ, അത് ഉപയോഗിക്കാൻ കഴിയാത്തതാണെങ്കിൽ, പഴക്കമുള്ളതാണെങ്കിൽ സ്വാഭാവികമായും അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും മുകൾ നിലയിലേക്കുള്ളതിനും സംഭവിക്കില്ലേ? അവിടെ ഒരു പ്രശ്നമില്ലേ ആ ഒരു വാദത്തിൽ? അതുണ്ട്. അത് ഞാൻ അല്പം ഒന്ന് വിശദമാക്കാം. അതായത് 10 എന്ന് പറയുന്ന ഏറ്റവും മുകളിലത്തെ നിലയിൽ ആ 14ാം നിലയുടെ ടെറസിൻ്റെ മുകളിൽ പിന്നീട് രണ്ടാമതും ഉണ്ടാക്കിയ ഒരു നമ്മുടെ സ്പേസ് കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ചെറിയ വാർഡാണ്. അവിടുത്തെ നിർമ്മിതികളെല്ലാം താരതമ്യേന പുതിയതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു അപകടസ്ഥിതി ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. താഴത്തെ നിലകളിൽ അപകടസ്ഥിതി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത് പൂട്ടിയിരുന്നത്. പക്ഷേ അവിടെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ, എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള ഒരു വൈദഗ്ധ്യം ആവശ്യമുണ്ട് അതിനുവേണ്ടി. അതിനെയൊക്കെയാണ് കളക്ടറുടെ അന്വേഷണത്തിൽ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണത്തിലിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാനത് കൂടുതൽ ഒരു അഭിപ്രായം പറയുന്നതിനകത്ത് ഔചിത്യക്കുറവുണ്ടാവുകൊണ്ട് അങ്ങനെയാണ് എനിക്കതേപ്പറ്റി പറയാനുള്ള വിശദീകരണം. താങ്ക് യു. എന്തായാലും ഡോക്ടർ, തീർച്ചയായും അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് കുറച്ചുകൂടി സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടായിരുന്നു, അതിനു വേണ്ടിയാണ് കാത്തിരുന്നത്. പക്ഷേ പറയുന്ന ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ചില അസ്വാഭാവികതകൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 10ാം വാർഡിൻ്റെയും 11ാം വാർഡിൻ്റെയും 11ാം വാർഡിൻ്റെയും 14ാം വാർഡിൻ്റെയും ബാത്റൂമുകൾക്ക് മുകളിലിരിക്കുന്ന 10ാം വാർഡിൻ്റെ ബാത്റൂം കുഴപ്പമില്ല, താഴ്നിലയിലുള്ള ബാത്റൂമുകളായിരുന്നു കുഴപ്പമെന്ന് പറയുകയാണെങ്കിൽ താഴ്നിലയിൽ തകർന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി മുകൾ നിലയും തകരില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതിനുള്ള അദ്ദേഹം അന്വേഷണത്തിലിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം അദ്ദേഹം നടത്തുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർജറികൾ ഇന്ന് മുടങ്ങുന്നുണ്ട്. നാളെ മാത്രമേ സർജറികൾ പുനരാരംഭിക്കാൻ കഴിയൂ. ഏറ്റവും അടിയന്തരമായിട്ടുള്ള സർജറികൾ മാത്രമേ ഇന്ന് നടക്കൂ എന്ന് പ്രിൻസിപ്പൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് നമ്മോടൊപ്പം ഇപ്പോൾ ചേർന്നത്.